TRP ഗെയിമിംഗ് കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 33 ആയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗെയിമിംഗ് കേന്ദ്രത്തിന്റെ ഉടമയെയും 2 മാനേജർമാരെയും ഗുജറാത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം NOCയോ ഫയർ ക്ലിയറൻസോ ഇല്ലാതെയാണ് ആ ഗെയിമിംഗ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. അപകടത്തിൽ ഗുജറാത്ത് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് നടപടിയും ആരംഭിച്ചു. അപകടത്തിൽ പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. അപകടത്തെക്കുറിച്ച് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. TRP ഗെയിമിംഗ് കേന്ദ്രം ഉടമ യുവരാജ് സിംഗ് സോളാങ്കിയും 2 മാനേജർമാരുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഗെയിമിംഗിനായി നിർമ്മിച്ച ഫൈബർ കൂടാരം പൂർണ്ണമായും കത്തിയമർന്നു. ശക്തമായ കാറ്റുവീശിയതും കെട്ടിടം പൂർണ്ണമായി നിലംപൊത്തിയതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിരുന്നു. ഗെയിമിംഗ് കേന്ദ്രത്തിനകത്തേക്ക് പ്രവേശിക്കാനും പുറത്തിറങ്ങാനും 7 അടി ഉയരമുള്ള ഒരു വാതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജനറേറ്റർ പ്രവർത്തിക്കാൻ ആവശ്യമായ 2000ഓളം ലിറ്റർ ഡീസലും ഗോകാർട്ടിന് ആവശ്യമായ 1500 ലിറ്ററോളം വരുന്ന പെട്രോളും കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. ഇത് തീപിടുത്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. മതിയായ ലൈസൻസ് ഇല്ലാതെ ഇത്രയും വലിയൊരു കേന്ദ്രം എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചുവെന്ന് രാജ്കോട്ട് മേയർ പറഞ്ഞു. അപകടത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഗുജറാത്ത് ഹൈക്കോടതി നാളെ പരിഗണിക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.